ഇപ്പൊ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ റിച്ചായ മൈക്കിളിനാണോ ജാക്കിന്റെ വീട്ടിൽ താമസിക്കുന്ന ഫ്രാങ്ക്ലിനാണോ കൂടുതൽ ശക്തി? നമ്മളെ മൈക്കിളിനാണെങ്കിൽ വൻ മിലിറ്ററി സെറ്റപ്പ് ഒക്കെയാണ്. അപ്പൊ ഇതിൽ ആര് ജയിക്കുന്നു ഒരു പിടുത്തമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്തോ. അങ്ങനെ എന്റെ പുതിയ സിറ്റിയിലേക്ക് എനിക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഈ സിറ്റിയിലെ ഏറ്റവും റിച്ച് ഞാൻ തന്നെ. വാവ്, ഏറ്റവും വലിയ വീടും കുറെ അധികം മിലിറ്ററി സെറ്റപ്പ് ഉള്ളത് എനിക്ക് തന്നെ. അഥവാ എന്നെക്കാളും വലിയ റിച്ച് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അയാളെ വെറുതെ വിടൂല. ഇതാരാണിപ്പോ വിളിക്കുന്നേ? ഹലോ. മൈക്കിളെ, നീ അവിടെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരുന്നോട്ടോ. ഇവിടെ ഈ സിറ്റിയിലെ നിന്നെക്കാളും വലിയ റിച്ചിനെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെക്കാളും വലിയ റിച്ചോ? ആരാടാ അയാള്? അത് നിനക്ക് അറിയുന്ന ആളെന്നെ, ഫ്രാങ്ക്ലിന്. ഫ്രാങ്ക്ലിനോ? ഫ്രാങ്ക്ലിൻ എന്നെക്കാളും വലിയ റിച്ചെന്നോ? അതെങ്ങനെ? ഇവിടെ ഈ സിറ്റിയില് വലിയ വീടൊക്കെ ഉണ്ടല്ലോ ഇവന്. ഓഹോ, അത് ശരി. എന്തായാലും ഞാൻ നിനക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും നീ പറഞ്ഞതല്ലേ. ഓ ശരി. ആഹാ, എന്നെക്കാളും വലിയ റിച്ചോ? അതും ഫ്രാങ്ക്ലിൻ? ഇതെങ്ങനെ? ആഹാ, ഞാൻ വരുന്നടാ. ഇന്നത്തോടെ അവന്റെ കാര്യത്തിൽ തീരുമാനാക്കണം. ഞാൻ ദാ ഫ്രാങ്ക്ലിൻ വരുന്നുണ്ടേ. ഓക്കെ, ഇവിടെ എവിടെയാണല്ലോ വീട്? ഇനിയിപ്പോ ഇതാണോ? ഇത് കണ്ടിട്ട് വലിയ റിച്ച് വീടാണല്ലോ. ഇത് ഫ്രാങ്ക്ലിന്റെ വീടാവാൻ ചാൻസ്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. ഞാൻ എന്തായാലും ഈ കാറിന്റെ ബാക്കില് ഒളിച്ചു നിന്നിട്ട് നോക്കട്ടെ. ഓ, എന്തായാലും ജാക്കേ. എന്താടാ ഫ്രാങ്ക്ലിനെ? ഞാൻ എന്തായാലും നാളെ മറ്റന്നാറ്റ് ഇവിടുന്ന് പോവട്ടോ. നീ പോവാണെന്നോ? എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? എനിക്കെന്തായാലും അവിടെ പോവാൻ സമയമായി. ഓക്കെടാ, എന്തായാലും ശരി. ഓക്കെടാ, ഞാൻ എന്തായാലും പുറത്ത് ഒന്ന് നടന്നു വരാം. ഓക്കെടാ. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ സിറ്റി ഒന്ന് മുഴുവനായി ഒന്ന് അടിച്ച് പറക്കി കാണണം. എനിക്ക് ഈ സിറ്റി വിട്ട് പോകുന്നത് കൊണ്ട് നല്ല വിഷമമുണ്ട്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആരതാടാ കാറ്? ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോ കാറിന്. മിലിറ്ററി കാറാണല്ലോ. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാട്ടോ. ഓഹോ, അപ്പോ ഈ വീട് നമ്മളെ ഫ്രാങ്ക്ലിന്റെ തന്നെയാണല്ലേ? എന്നെക്കാളും വലിയ റിച്ചോ? ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ടൊക്കെ പോയിട്ട് എന്റെ പ്രൈവറ്റ് സയന്റിസ്റ്റുമാരോട് എനിക്കൊരു ഗ്യാങ് ഉണ്ടാക്കി തരാനുള്ള ഒരു മരുന്ന് ഞാൻ ചോദിക്കട്ടെ. എന്നിട്ട് ഇവന്റെ വീട് ഒന്നാകെ ഞാൻ കത്തിക്കും. ഇവിടെ എന്നെക്കാളും വലിയ റിച്ചോ? ഓക്കെ, ഞാൻ എന്തായാലും എത്തി. അതെ സയന്റിസ്റ്റ്. എന്താണ് മൈക്കിളെ? അതെ, പിന്നുണ്ടല്ലോ ഈ സിറ്റിയില് എന്നെക്കാളും വലിയൊരു റിച്ച്. നിന്നെക്കാളും വലിയ റിച്ചോ? ആരാണ് അവൻ? അവൻ ആ ഫ്രാങ്ക്ലിനാണ്. ഫ്രാങ്ക്ലിനോ? ഫ്രാങ്ക്ലിൻ നിന്നെക്കാളും വലിയ റിച്ചോ? അതെങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൻ എന്നെക്കാളും റിച്ച് ആയതുകൊണ്ട് അവന്റെ വീട് ഒന്നാകെ എനിക്ക് ഇട്ട് കത്തിക്കണം. ഓഹോ, അങ്ങനെയാണല്ലേ? അതെ, അത് ഞാൻ ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കൂല. എനിക്കൊരു ഗ്യാങ്ങിന് ഉണ്ടാക്കി തരണം സയന്റിസ്റ്റ്, പ്ലീസ്. ശരി, നീ എന്തായാലും എനിക്കൊരു 50 കോടി തന്നാ ഞാൻ നിനക്ക് ആ മരുന്ന് തരാം. 50 കോടിയോ 100 കോടിയോ എത്രയാണെങ്കിലും പ്രശ്നമില്ല. സയന്റിസ്റ്റ് ഒന്നാ എനിക്ക് ആ മരുന്ന് ഉണ്ടാക്കി താ. ഞാൻ അത്രക്കും വലിയ റിച്ച് ആണ്. ശരി മൈക്കിളെ. സയന്റിസ്റ്റ് റെഡിയായോ? ഇതാണ് ഗ്യാങ്ങിന് ഉണ്ടാക്കുന്ന മരുന്ന്. എന്തായാലും ഇത് കുടിച്ചു കഴിഞ്ഞാ നിനക്ക് ഗ്യാങ്ങിനെ കിട്ടും. ഓഹോ, എന്തായാലും അടിപൊളി സയന്റിസ്റ്റ്. തരൂ. യെസ്, ഇന്നത്തോടെ ഫ്രാങ്ക്ലിന്റെ വീടിന് ഞാൻ തീരുമാനമാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ മരുന്ന് കുടിക്കട്ടെ. അയ്യോ, ഇതെന്തോന്നാണ്? ഇതൊക്കെ എന്റെ ഗ്യാങ് ആണോ? ഹലോ, മൈക്കിൾ. ബോസ്, എന്താണ് വേണ്ടത്? ശരി, നിങ്ങളെല്ലാവരും എന്റെ ബാക്കിലേ വാ. ശരി, നമുക്ക് എന്തായാലും ഒരു മിഷൻ ഉണ്ട്. എന്താണ് ബോസ്? മിഷൻ ഫ്രാങ്ക്ലിന്റെ വീട് നശിപ്പിക്കൽ. ഓക്കെ ബോസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രാങ്ക്ലിന്റെ വീട്. ഇവിടെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചേക്ക്. ശരി ബോസ്, എല്ലാരും പെട്ടെന്ന് വാ. ഇന്നാ പിടിച്ചോ. അയ്യോ, പോലീസൊക്കെ വന്ന്. ഇന്നാ പിടിച്ചോ. ഇവിടെ ഒരു സാധനം ബാക്കിയിടാൻ പാടില്ല. ഇന്നാ പിടിച്ചോ. യെസ്, അങ്ങനെ കത്തി നശിക്കി. ഇന്നാ മുഴുവനായി ഇവിടെ നശിച്ചു പോട്ടെ. ഇന്നാ പിടിച്ചോ. ഓക്കെ, അങ്ങനെ ഇവിടെ അത്യാവശ്യം അങ്ങ് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓ ഗൈസ്, പെട്ടെന്ന് കയറിക്കോ, ഇല്ലെങ്കിലേ ആ ഫ്രാങ്ക്ലിന് വന്ന് നമ്മളങ്ങ് കൊണ്ടുപോകും. പെട്ടെന്ന് കയറിക്കോ. അയ്യോ, പെട്ടെന്ന് പോയിക്കോ. അയ്യോ, ഒരാൾ മിസ്സായല്ലോ. പ്രശ്നമില്ല, അതെന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. അയ്യോ, ബോസ് എന്നെ കൂട്ടാണ്ട് പോയല്ലോ. അങ്ങനെ എന്നെ ചതിച്ചല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രാങ്ക്ലിനോട് പറഞ്ഞു കൊടുക്കാൻ പോയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഈ സിറ്റി മുഴുവൻ അങ്ങ് ചുറ്റിക്കണ്ടു വന്നു. അടിപൊളി. അതാരാണ് ആ കോട്ടും സൂട്ട് വെക്കുന്ന ആള്? ആരാണത്? അല്ല, ഇത് നമ്മള് മൈക്കിളാണല്ലോ. മൈക്കിൾ. അതെ, ഞാൻ മൈക്കിളല്ല, മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റോ? ഇതെന്തോന്നാണ്? നീ നിന്റെ വീഡിയോക്ക്. ഇതെന്തോന്നാണ്? ഇത് മുഴുവൻ കത്തി നശിച്ചോ? അതെ മൈക്കിള്, ഇതെന്തോന്നാണ്? ഇത് നമ്മളെ ബോസ് ഉണ്ടല്ലോ. ബോസോ? ആര്? മൈക്കിള്. മൈക്കിള്. ഓക്കെ. അയാളാണ് ഇതൊക്കെ ചെയ്തത്. ഓഹോ, അത് ശരി. നീ വാ, അകത്ത് വാ.
അയ്യോ അയ്യോ ജാക്കേ. ആ ഫ്രാങ്ക്ലിനെ ആരോ ഇവിടെ വന്ന് ഫുള്ള് തീയിട്ടടോ. ആ അതാ മൈക്കിളാണ്. മൈക്കിള് ഇതല്ലേ മൈക്കിള്? ഇന്ന പിടിച്ചോ. അത് മൈക്കിളല്ല, അത് മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റോ? അതെ മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. എന്താണ് സംഭവം? ഇതെന്തോന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് നമ്മളെ ബോസ് ഫ്രാങ്ക്ലിൻ ഈ സിറ്റിയിലെ ഭയങ്കര റിച്ച് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ അങ്ങനെയാണല്ലേ. എടാ മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റേ, നിനക്ക് മൈക്കിളിന്റെ വീട് അറിയോ? ആ അതിനെന്താ, ഞാൻ കാണിച്ചുതരാം. ഇല്ല ജാക്കേ, അങ്ങനെ ഒറ്റക്ക് പോയി കഴിഞ്ഞാ ഞാൻ എന്തായാലും പെടും. കാരണം അവന് ഭയങ്കര റിച്ച് ആണ്. എന്തായാലും എനിക്ക് ഒറ്റക്ക് പോകാൻ പറ്റൂല. ശരി, ഞാൻ നിനക്ക് എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ്സിന് ഉണ്ടാക്കി തരാം. ഓ അതെന്തായാലും അടിപൊളിയാണ്. ഞാൻ നിനക്ക് 3 ജയന്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കി തരാം. അടിപൊളി ജാക്കേ. A few moments later. ഇതാ ഫ്രാങ്ക്ലിനെ, ഇതാണ് നീ കഴിക്കേണ്ടത്. ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. അയ്യോ ഇതെന്തോന്നാണ്? ഹൽക്കോ അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ തന്നെയാണോ ഇത്? ഇവരെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലോ. ശരി വാ, നമുക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് പെട്ടെന്ന് പോവാനേ ഒരു വണ്ടി വേണം. ജാക്കിന്റെ ഗ്യാരേജില് സേഫ് ആയിട്ട് 2-3 വണ്ടികൾ ഉണ്ടാവും. എന്തായാലും അതെടുത്ത് പോവാം. യെസ്, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. അല്ല ഇതെന്തോന്നാണ്? എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇത്ര വലുതായോണ്ട് കാറിന്റെ പുറത്തേക്ക് വന്നല്ലോ. ഓ അതൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്തായാലും മൈക്കിളിന്റെ വീട് നശിപ്പിച്ചോണ്ട് വരാം. അതാ ഫ്രാങ്ക്ലിനെ, ആ കാണുന്ന വീടാണ് മൈക്കിളിൻ്റെത്. ഓഹോ ഇവിടെ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. എന്തായാലും എനിക്ക് പേടിയാവുന്നുട്ടോ. അതെ, നമുക്കെന്തായാലും അങ്ങോട്ട് പോയി തല്ലാക്കണ്ട. എന്തായാലും നമുക്ക് മൈക്കിളിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. അപ്പൊ മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റ്, നീ എന്തായാലും പെട്ടെന്ന് പോയി ആ മൈക്കിളിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട. ഓ ശരി ഫ്രാങ്ക്ലിൻ. A few moments later. ഓഹോ മൈക്കിളെ, നീ വന്നോ? ആ ഇതാര്? റിച്ച് ഫ്രാങ്ക്ലിനോ? ഓ നീ വിചാരിക്കുന്ന പോലെ റിച്ച് ഒന്നല്ല ഞാൻ. അപ്പൊ നീയും നിന്റെ ഗ്യാങ്ങിനൊക്കെ കൂട്ടി വന്നിട്ടുണ്ടല്ലോ. ആടാ, ഞാൻ എന്റെ ഗ്യാങ്ങിനൊക്കെ കൂട്ടി വന്നു. ഓഹോ അപ്പൊ അങ്ങനാണല്ലേ. ഇന്ന പിടിച്ചോ. അയ്യോ ഇടിച്ചല്ലേ? അതെ ഗ്യാങ് വാ, ഇന്ന പിടിച്ചോ. അയ്യോ തലേ. യെസ്, അങ്ങനെ എല്ലാം പോയി. ശരി മൈക്കിളെ, ഇനിയിപ്പോ നീ ഒറ്റക്ക്, നമ്മൾ ഗ്യാങ്. അപ്പോ ആര് ജയിക്കും? അയ്യോ ഫ്രാങ്ക്ലിനെ, സോറി ഫ്രാങ്ക്ലിനെ. എന്തായാലും ഇതിന് നഷ്ടപരിഹാരമായിട്ട് നീ എനിക്കൊരു 10 ലക്ഷം തരണം. ഓക്കെ? ഓ 10 ലക്ഷോ 50 ലക്ഷോ എത്ര ആണെങ്കിൽ ഞാൻ തരാം. ഓ ശരി മൈക്കിളിന്റെ ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാത്തിനും താങ്ക് യു കേട്ടോ. ഓ ശരി ഫ്രാങ്ക്ലിനെ, അപ്പൊ എനിക്ക് എന്തായാലും പോവാൻ ടൈമായി. അതെ ഫ്രാങ്ക്ലിൻ ഗ്യാങ്, നിങ്ങൾക്കും പോവാൻ ടൈമായി. ബൈ ബൈ. അപ്പൊ മൈക്കിളെ എന്തായാലും സിറ്റിയിൽ വെച്ച് കാണാം. ഓക്കെ ബൈ. എന്തായാലും ഞാൻ വീട്ടിലോട്ടൊക്കെ പോട്ടെ.